നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനോട് അതിശക്തമായ ഭാഷയിൽ പറഞ്ഞു, ആണവായുധം പ്രയോഗിക്കുമെന്ന വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇനി എന്തെങ്കിലും ഭീകരപ്രവർത്തനങ്ങൾ ഉണ്ടായാൽ മുന്നറിയിപ്പ് കൂടാതെ പാകിസ്ഥാനെ തകർത്ത് കളയുമെന്ന്. നരേന്ദ്രമോദിയുടെ ഈ വാക്കുകൾ പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തോടുള്ള ശക്തമായ താക്കീതിനോടൊപ്പം ലോകരാഷ്ട്രങ്ങളോടുള്ള ഒരു യുദ്ധ അനുവാദം തേടൽ കൂടിയാണ്. ഇനി പാകിസ്ഥാൻ ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയാൽ ഇന്ത്യ ആ നിമിഷം പാകിസ്ഥാനെ തകർക്കുമെന്ന് എല്ലാ രാഷ്ട്രങ്ങളോടും നരേന്ദ്രമോദി പറഞ്ഞു വെച്ചു. തീവ്രവാദികളുടെ വെടിയേറ്റ് നമുക്ക് 26 ജീവനുകൾ നഷ്ടമായി എന്ന സങ്കട ഓർമ്മകളിൽ നിന്ന് തന്നെ പറയുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നത് മറ്റു പല കാരണങ്ങളാലും വളരെ നന്നായി എന്ന്. ഒന്നാമതായി, പാകിസ്ഥാനെ സഹായിക്കുവാൻ ഒരു വൻശക്തിയും ഒപ്പം ഉണ്ടാകില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. ചൈനയ്ക്ക് പണത്തോട് മാത്രമാണ് താല്പര്യമെന്ന് പാകിസ്ഥാനും മനസ്സിലായി. അതിനുമപ്പുറം യുദ്ധമുഖത്ത് ഫലപ്രദമായി പ്രയോഗിക്കുവാൻ സാധിക്കുന്ന ഒരായുധവും ചൈന പാകിസ്ഥാന് നൽകിയിട്ടില്ല എന്നും മനസ്സിലായി. ഇന്ത്യയുടെ വ്യോമശക്തിയിൽ പാകിസ്ഥാൻ മാത്രമല്ല, ചൈനയും നന്നായി വിറച്ചു. പാകിസ്ഥാനോട് ഒരു യുദ്ധമുണ്ടായാൽ തന്നെ ആ രാജ്യത്തിൻ്റെ 80% നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ തകർക്കുവാൻ കഴിയുന്ന അതിശക്തമായ വ്യോമസേനയും പാകിസ്ഥാൻ ഭരണാധികാരികൾ ഇരുന്നരുളുന്ന മന്ദിരങ്ങൾ വരെ നിമിഷങ്ങൾ കൊണ്ട് ചാരമാക്കി മാറ്റാൻ കഴിയുന്ന നാവികസേനയും നമുക്കുണ്ടെന്ന് പാകിസ്ഥാന് നന്നേ ബോധ്യമായി. പാകിസ്ഥാന്റെ സുപ്രധാന ആണവ കേന്ദ്രമായ കിരാന കുന്നുകളെപ്പോലും സെക്കൻഡുകൾക്കുള്ളിൽ ഭസ്മീകരിക്കുവാനുള്ള പ്രഹരശേഷിയുള്ളതും 100% വിജയപ്രദവുമായ ആയുധങ്ങളാണ് ഇന്ത്യയുടെ കൈവശമുള്ളത്. കിരാന കുന്നുകളിലും നമ്മളൊരു ചെറിയ സാമ്പിൾ വെടിക്കെട്ട് നടത്തി കാണിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിച്ചാൽ ആ നിമിഷം തന്നെ നമ്മുടെ ഭൂതല മിസൈൽ കവചം ആകാശത്തിൻ്റെ അതിരുകൾ കടക്കും മുൻപേ ശത്രുവിനെ ധൂമമാക്കി കളയും. ലോകത്ത് ഇന്ത്യയുൾപ്പെടെ 4 രാഷ്ട്രങ്ങൾക്ക് മാത്രം പ്രയോഗിക്കാൻ ശക്തിയുള്ള കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും മരണം വിതയ്ക്കാവുന്ന 700 മുതൽ 5000 കിലോമീറ്റർ ദൂരം വരെ സംഹാര താണ്ഡവമാടുന്ന അഗ്നി മിസൈലുകൾ. അങ്ങനെ യുദ്ധമുണ്ടായാൽ ഇന്ത്യ എന്ന 4ാം ലോകശക്തിക്ക് മുന്നിൽ പാകിസ്ഥാൻ എന്ന മതഭ്രാന്തക്കൂട്ടം എരിഞ്ഞു തീരും. ഈ ചെറു തിരിച്ചടിയിൽ പോലും പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. ആ രാജ്യത്തിനുള്ളിൽ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ 100-ലധികം തീവ്രവാദികൾ ഇന്ത്യൻ ആക്രമണത്തിൽ മാംസ കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. കൃഷിക്കും കുടിക്കാനും വരെ വെള്ളം ലഭിക്കാത്ത അവസ്ഥ. ഒരു സ്വതന്ത്ര രാജ്യ പ്രഖ്യാപനത്തിന് തക്കം പാർത്തിരുന്ന ബലൂചിസ്ഥാനികൾ അനേകം പാകിസ്ഥാനികളെ കൊന്നൊടുക്കി പാകിസ്ഥാന്റെ പതാക പിഴുതെറിഞ്ഞ് അവരുടെ കൊടി നാട്ടി. മറ്റൊരു വശത്ത് താലിബാൻ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വല്ലാതെ വീർപ്പുമുട്ടി. പാകിസ്ഥാൻ സൈനിക മേധാവി ഭയന്ന് രാജ്യത്തു നിന്ന് തന്നെ ഓടിപ്പോയി. പ്രധാനമന്ത്രി ഭയന്ന് കരഞ്ഞ് ഇന്ത്യയുടെ കാല് പിടിച്ചു. കാരണമറിയാതെ സംഭവിക്കുന്ന ഭൂകമ്പങ്ങൾ, ഉറവിടം കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുന്ന അജ്ഞാതരുടെ വെടിയുണ്ടകളിൽ ഭീകരരും തീവ്രവാദികളും തല ചിതറി മരിക്കുന്നു. ആണവായുധം പ്രയോഗിക്കുമെന്ന് ഭയന്ന് നിലവിളിച്ച പാകിസ്ഥാൻ ഭരണാധികാരികൾ ഇന്ത്യ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അപകടം മനസ്സിലാക്കി കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. നമ്മൾ ശക്തമായി തിരിച്ചടി നൽകിയെങ്കിലും നമ്മുടെ രാജ്യത്തിന് നാണക്കേടുണ്ടായത് ഈ രാജ്യത്ത്. ഇപ്പോഴും പാകിസ്ഥാനികൾ സസുഖം ഇന്ത്യയുടെ ചിലവിൽ ജീവിക്കുന്നു എന്നോർക്കുമ്പോഴാണ്. അത് ഇസ്ലാമിനോടുള്ള സ്നേഹമാണോ? ഒരിക്കലുമല്ല. കാരണം പാകിസ്ഥാൻ എന്നത് ഒരു ശരിയായ ഇസ്ലാമിക രാജ്യമേ അല്ല, ഖുർആൻ അനുസരിക്കാത്ത ഒരു തെമ്മാടിക്കൂട്ടം മാത്രം. എങ്കിലും പാകിസ്ഥാൻ എന്ന ശത്രു രാജ്യത്തിന് വേണ്ടി ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് ജയ് വിളിച്ചവർ രാജ്യദ്രോഹികൾ തന്നെയാണ്. അവിടെയും ചില മലയാളികൾ കൂടി ഉണ്ടെന്നറിയുമ്പോൾ നാണക്കേടിനാൽ ശിരസ് വല്ലാതെ താഴ്ന്നു പോകുന്നു. എന്തായാലും ശത്രു രാജ്യങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച ഇന്ത്യൻ പാകിസ്ഥാനികൾ അവരെയൊക്കെ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് അടയാളപ്പെടുത്തി വെച്ചു കഴിഞ്ഞു ഉദ്യോഗസ്ഥർ. അത് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടവരെ പോലും. ഇനി അങ്ങോട്ട് ഇന്ത്യയിലെ പാകിസ്ഥാൻ പ്രേമികളെ ചെവിക്ക് തൂക്കിയെടുത്ത് ജയിലിൽ അടയ്ക്കുന്ന പണികൾ ഊർജിതമാകും. കാത്തിരിക്കാം.